ഹലോ കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അന്നേരം നമുക്കൊരു ചെറിയൊരു വീഡിയോയിലേക്ക് കിടക്കാം. കൂട്ടുകാരെ, ഇത് നമ്മുടെ DTech ഓഡിയോ പുറത്തിറക്കുന്ന ഒരു സ്റ്റീരിയോ ഗെയിനർ ബോർഡാണ്. നമ്മൾ സാധാ ഉപയോഗിക്കുന്ന ഇത് പെൻഡ്രൈവിൻ്റെ ബോർഡുണ്ടല്ലോ, ആ ബോർഡിൻ്റെ ഔട്ട്പുട്ട് ഓഡിയോ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ നമുക്ക് ഈ സ്റ്റീരിയോ ഗെയിനർ ഉപയോഗിക്കാം. അന്നേരം ബ്ലൂടൂത്ത് റിസീവർ പൊട്ടാൻ നമുക്ക് പെൻഡ്രൈവിൻ്റെ ബോർഡുണ്ടല്ലോ, USB ബോർഡിൻ്റെ ഔട്ട് എടുത്തിട്ട് നമുക്ക് ഈ സ്റ്റീരിയോ ഗെയിനറിൻ്റെ ഇൻപുട്ടിലോട്ട് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഔട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് ബാസ് ട്രബിൾ വേണേൽ ഉപയോഗിക്കുന്നത്. ബാസ് ട്രബിളിൽ കൊടുത്തിട്ട് ബാസ് ട്രബിളിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് മെയിൻ ആംപ്ലിഫയർ ബോർഡിലോട്ട് കൊടുത്തും ഉപയോഗിക്കാം. അന്നേരം ഓവർ ഗെയിൻ ഉണ്ടെങ്കിൽ, അതിൻ്റെ സൗണ്ട് ഓവർ ഗെയിൻ ഉണ്ടെങ്കിൽ നമുക്കിത് രണ്ട് പ്രീസെറ്റ് ഉണ്ട്. അന്നേരം ഓഡിയോ ഔട്ട്പുട്ടിൻ്റെ ലെവൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഈ രണ്ട് പ്രീസെറ്റ് ഉപയോഗിച്ച്. അന്നേരം ഇത് പുറത്തിറക്കുന്ന DTech ഓഡിയോയുടെ ഒരു ബോർഡാണ്. അന്നേരം ഇതിന് നല്ല അടിപൊളി ക്വാളിറ്റിയൊക്കെ ഉണ്ട്, അടിപൊളി സാധനമാണ്, ഞാൻ ഉപയോഗിക്കുന്നതാണ്. അന്നേരം ഇതിന് കൊടുക്കേണ്ട വോൾട്ടേജ് എന്ന് വെച്ചാൽ 27.027 വോൾട്ടേജ് ആണ്. അന്നേരം 12 വോൾട്ടേജ് നമുക്ക് കൊടുക്കാം. ഈ റെസിസ്റ്റൻസ് മാറ്റിയിട്ടിട്ട് നമുക്ക് 12 കൊടുക്കാം. അന്നേരം വേറെ ഐറ്റം കൂടെ, വേറെ ഒരു ബോർഡ് കൂടെ നിങ്ങളെ കാണിക്കാം. നമ്മുടെ ഇത് മൈക്ക് ഫ്രീ ബോർഡാണ്. ആംപ്ലിഫയർ അസംബിൾ ചെയ്യുന്നവർക്ക് വളരെ ആവശ്യമുള്ളൊരു ബോർഡായിരിക്കും ഈ മൈക്ക് ബോർഡ്. കരോക്കെയൊക്കെ പാടാൻ ഒക്കെ അത്യാവശ്യമുള്ളവർക്കൊക്കെ ഈ മൈക്ക് ബോർഡ് വെച്ച് നമുക്ക് ആംപ്ലിഫയർ ബോർഡിലോട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇതിൻ്റെ വോൾട്ടേജ് 12 വോൾട്ടേജ് ആണ്. എന്നിട്ട് ഈ ബോർഡിൻ്റെ ഔട്ടും ചിലപ്പം കുറവാണെങ്കിൽ നമുക്ക് ഇത്തരം ഈ ടൈപ്പ് ഗെയിനർ ഉപയോഗിച്ച് ഈ മൈക്ക് ഫ്രീയുടെ ഔട്ട് എടുത്ത് ഇതിൻ്റെ ഇൻപുട്ടിൽ കൊടുത്ത് ഉപയോഗിക്കാം. ഈ മൈക്ക് ഫ്രീ ബോർഡ് അസംബിൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാവേലിക്കരയുള്ളൊരു P&V അക്വലറ്റിക് എന്ന് പറയുന്നൊരു സ്ഥാപനമാണ്, അവരുടെ ബോർഡാണിത്. അന്നേരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.